ഗെയ്സ് വളരെയധികം ശക്തിയുള്ള ഒരു ജീവിയാണ് കുതിര. മനുഷ്യൻ്റെ കൂടെ ഇണങ്ങി ജീവിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജീവി. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്നതുകൊണ്ട് തന്നെ കുതിരനെ റേസിങ്ങിൽ പങ്കെടുപ്പിക്കാൻ കാരണം. കിടന്നുകൊണ്ട് അതുപോലെ നിന്നുകൊണ്ട് ഉറങ്ങാനുള്ള കഴിവ് കുതിരയ്ക്കുണ്ട്. ലോകത്തിൽ അതിവേഗത്തിൽ ഓടിയ കുതിര 88 കിലോമീറ്റർ വരെ വേഗതയിൽ, മണിക്കൂറിൽ 88 കിലോമീറ്റർ വേഗതയിൽ കുതിര ഓടിയിട്ടുണ്ട്. കുതിരൻ്റെ കണ്ണ് 360 ഡിഗ്രി വരെ ചലിപ്പിക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുഭാഗം നടക്കുന്ന കുതിരയ്ക്ക് കണ്ണ് ഉരുട്ടിയിട്ട് തന്നെ പല സൈഡിൽ നിന്നുള്ള കാഴ്ചകളും കാണാൻ പറ്റും. നമ്മൾ കാല് സുരക്ഷിതമാക്കുന്ന പോലെ തന്നെ കുതിരയ്ക്ക് ഷൂസ് പോലെ ലാടിട്ട് കൊടുക്കും. കുതിരൻ്റെ കാലിന് അത്രയധികം പരിക്കുകൾ പറ്റാതിരിക്കാനും ഏത് കല്ലിലൂടെയും റോട്ടിലൂടെയും കുതിച്ച് ഓടാനും കുതിരയ്ക്ക് കഴിയാൻ ഒന്ന് ലാടിട്ട് കൊടുത്തുകൊണ്ടാണ് സുരക്ഷിതത്വം കിട്ടുന്നത്. ഒന്നോ രണ്ടോ ആളുകളുടെ ഭാരം കുതിരയ്ക്ക് ഒരേ സമയം എടുക്കാൻ പറ്റും. യുദ്ധസമയത്തൊക്കെ വലിയ കിടങ്ങുകൾ ചാടി കിടക്കാൻ വേണ്ടി പട്ടാളക്കാർ ഉപയോഗിക്കുന്നത് കുതിരനെയാണ്. പഴയകാലത്തെ വാഹനങ്ങളും രാജാക്കന്മാരും മന്ത്രിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന കുതിരകളെ തന്നെയാണ്. ടിപ്പു സുൽത്താൻ്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പാലക്കാട് കോട്ടയ്ക്കൊക്കെ ചുറ്റും വലിയ വീതിയുള്ള കിടങ്ങ്. അത് കുതിര അത്രയും ദൂരം ചാടിയിരുന്നു. അതിലും വീതിയിലാണ് ഇപ്പോൾ കിടങ്ങ് കുഴിച്ചത്, കാരണം കുതിര ചാടി എത്താതിരിക്കാൻ വേണ്ടി. ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ കുതിര സവാരി ഇപ്പോൾ ലഭ്യമാണ്. കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി സാധാരണക്കാർക്കൊക്കെ ഒരു നല്ല അവസരമാണ്. കുതിരപ്പുറത്ത് കയറൽ തന്നെ നല്ല പരിശീലനം കിട്ടിയിട്ട് വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പരിശീലനം കിട്ടിയിട്ടുള്ള നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ അത് ചെയ്യാൻ പാടുള്ളൂ. കുതിരയുടെ കാലുകൊണ്ടൊക്കെ തൊഴി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ശക്തിയായിരിക്കും. സർക്കസുകളിലൊക്കെ ധാരാളം കുതിരനെ വെച്ച് അഭ്യാസങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വിലക്കായി. കുറേ വിദേശ രാജ്യങ്ങളിലൊക്കെ വാഹനങ്ങൾക്ക് പകരം ഇപ്പോഴും കുതിരനെ ഉപയോഗിക്കുന്നുണ്ട്. കുതിരപ്പുറത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെയുണ്ട്. പരിസ്ഥിതിക്ക് ഇണങ്ങിയ രീതിയിൽ കുതിരവണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെയാണ്. കേരളത്തിലും കുതിരകളെ വിൽക്കുന്ന ചന്തകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ കുറഞ്ഞ വിലക്ക് കുതിരക്കുട്ടികളെ കിട്ടി നമുക്ക് വളർത്താം.